കോൺഗ്രസ് ഇപ്പോഴിതാ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് എതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഖനന ഭൂമിയിൽ സമരം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നു. പരിപാടിയിൽ രൂക്ഷ വിമർശനമാണ് സുധാകരൻ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയത്. ദുരന്ത നിവാരണത്തിന്റെ മറവിൽ വർഷങ്ങളായി സർക്കാർ കരിമണൽ ഖനനം നടത്തുന്ന തോട്ടപ്പള്ളിയിൽ മണ്ണെടുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. വരുന്ന 30-ന് മുൻപ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണൽ ലോറികൾ തടയാനാണ് നിർദ്ദേശം. ഖനനവിരുദ്ധ സമിതിയോടൊപ്പം ചേർന്നാണ് സമരപരിപാടികൾക്ക് പദ്ധതിയിടുന്നത്. സ്ഥലം എംപി കൂടിയായ കെ.സി. വേണുഗോപാലാകും പ്രതിഷേധ പരിപാടികൾ നയിക്കുക. തുടക്കമെന്നോണം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ തോട്ടപ്പള്ളി സന്ദർശിച്ചു. ഈ സമരത്തിന്റെ അകത്ത് കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ്, കേരളത്തിലെ മൊത്തം കോൺഗ്രസ് ഈ വിഷയത്തിന്റെ അകത്ത് അന്തിമം വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. പരമാവധി സംഘടിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിന്തുണയും പിൻബലവും, എല്ലാ ജാതിമത പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയും പിൻബലവും ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങൾ ഉണ്ടാക്കും. ജനസമുദ്രം ഉണ്ടാക്കി ഇവിടെ ഞങ്ങൾ അതിന്റെ പ്രതിരോധം നമ്മൾ സംഘടിപ്പിക്കും. ഒരു പോലീസിനും ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാത്ത വിധം ജനങ്ങളുടെ പ്രക്ഷോഭമാണ്. 2018 പ്രളയശേഷം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിലാണ് തോട്ടപ്പള്ളി പുഴിമുഖം ആഴത്തിൽ തുറന്ന മണൽ നീക്കം സർക്കാർ ആരംഭിച്ചത്. ദുരന്ത നിവാരണത്തിന്റെ മറവിൽ KMRL വേണ്ടി കോടികൾ വിലമതിക്കുന്ന കരിമണൽ കടത്താണ് ലക്ഷ്യമെന്ന് ആരോപണമുണ്ട്. അതിനിടയിലാണ് വീണ വിജയന്റെ കമ്പനിയും കരിമണൽ കർത്തയുമായുള്ള പണമിടപാടുകളടക്കം പുറത്തു വന്നത്. ഇതോടെ തോട്ടപ്പള്ളി ശക്തമായ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഖനനം മൂലം ഗുരുതര തീരശോഷണമാണ് ആലപ്പുഴയുടെ തീരങ്ങളിൽ ഉണ്ടാകുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കടലാക്രമണ ഭീഷണി രൂക്ഷമായ മേഖലയിൽ ജനകീയ വികാരം കൂടി കൂട്ടുപിടിച്ചാണ് കോൺഗ്രസിന്റെ പുത്തൻ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ.